ഒരു പരിശീലകൻ തോറ്റതിനു ശേഷം റഫറിയെ വിമർശിക്കുന്നത് ഫുട്ബോളിൽ പുതിയ കാര്യമല്ല. പക്ഷേ ഈജിപ്ത് പരിശീലകൻ ഹസ്സാം വസ്സൻ പറഞ്ഞത് അതിനേക്കാൾ വലിയൊരു ആരോപണമായിരുന്നു. വലിയ താരങ്ങളെ ടൂർണമെന്റിൽ നിലനിർത്താനാണ് ചില തീരുമാനങ്ങൾ നടക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. പക്ഷേ ഒരു ചോദ്യം ഉയരുന്നു, ഇത് തോൽവിയുടെ നിരാശയിൽ പറഞ്ഞ വാക്കുകളാണോ? അതോ അദ്ദേഹത്തെ ഇങ്ങനെ ചിന്തിപ്പിച്ച മത്സരത്തിൽ എന്തെങ്കിലും സംഭവിച്ചു? ഇന്ന് നമുക്ക് വികാരമില്ല, വസ്തുതകളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അർജന്റീനയും ഈജിപ്തും തമ്മിലുള്ള മത്സരം അവസാനിപ്പിച്ചപ്പോൾ വിജയിച്ചത് അർജന്റീനയായിരുന്നു. എന്നാൽ അവസാന വിസലിന് ശേഷം തുടങ്ങിയ ചർച്ച സ്കോറിനെ കുറിച്ചല്ലായിരുന്നു. മത്സരത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച ഹസ്സാം ഹസൻ തന്റെ ടീമിന് അനീതി സംഭവിച്ചുവെന്ന് ആരോപിച്ചു. ഈജിപ്താണ് മികച്ച ടീം എന്നും അടുത്ത റൗണ്ടിലേക്ക് പോകാൻ അർഹത താരങ്ങൾ കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം ലയണൽ മെസ്സിയെ പോലുള്ള സൂപ്പർ താരങ്ങൾ ടൂർണമെന്റിൽ കൂടുതൽ കാലം തുടരുന്നത് സംഘാടകർക്കും സ്പോൺസർമാർക്കും സാമ്പത്തികമായി ഗുണം ചെയ്യുമെന്ന അഭിപ്രായവും അദ്ദേഹം പങ്കുവച്ചു. എന്നാൽ ഇവിടെ നമുക്കൊരു നിമിഷം നിർത്തി ചിന്തിക്കാം. ഒരു പരിശീലകൻ ഇത്തരമൊരു ആരോപണം എന്തുകൊണ്ടാണ് ഉന്നയിക്കുന്നത്? സാധാരണയായി അതിന് 3 കാരണങ്ങളാണ് ഉണ്ടാവുക. ഒന്നാമത്, മത്സരത്തിലെ ചില നിർണായക റഫറി തീരുമാനങ്ങളോടുള്ള അതൃപ്തി. രണ്ടാമത്, സ്വന്തം ടീം മികച്ച പ്രകടനം നടത്തിയിട്ടും ഫലം ലഭിക്കാത്ത നിരാശ. മൂന്നാമത്, മത്സരശേഷം തങ്ങളുടെ ആത്മവിശ്വാസം നിലനിർത്താനുള്ള ശ്രമം. ഈ 3 കാരണങ്ങളും ലോക ഫുട്ബോളിൽ മുമ്പ് പല പരിശീലകരുടെയും പ്രതികരണങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി മത്സരത്തിലേക്ക് നോക്കാം. ഫുട്ബോളിൽ കൂടുതൽ സമയം പന്ത് കൈവശം വെക്കുകയോ കൂടുതൽ ആക്രമണം നടത്തുകയോ ചെയ്ത ടീം എപ്പോഴും വിജയിക്കണമെന്നില്ല. നിർണായക നിമിഷങ്ങളിൽ അവസരങ്ങൾ ഗോളാക്കി മാറ്റുന്ന ടീമാണ് വിജയിക്കുന്നത്. ലോകകപ്പ് പോലുള്ള വലിയ ടൂർണമെന്റുകളിൽ ഇത് നാം പലവട്ടം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നന്നായി കളിച്ചു, അതിനാൽ ഞങ്ങൾ ജയിക്കേണ്ടതായിരുന്നു എന്ന വാദം മാത്രം വിജയത്തിന് തെളിവാകില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ഹസ്സാം വസ്സൻ ഉന്നയിച്ച ആരോപണത്തിന് തെളിവുണ്ടോ? നിലവിൽ പുറത്തുവന്ന ഔദ്യോഗിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത്തരമൊരു ഗൂഢാലോചന നടത്തുന്നുവെന്ന് തെളിയിക്കുന്ന തെളിവുകളൊന്നും ലഭ്യമല്ല. അതിനാൽ അദ്ദേഹത്തിന്റെ വാക്കുകളോ ഒരു ആരോപണമായിട്ടാണ് കാണേണ്ടത്. ഫുട്ബോളിൽ ആരോപണങ്ങൾ ഉയരാം, പക്ഷേ അവ ശരിയാണെന്ന് പറയാൻ വ്യക്തമായ തെളിവുകൾ ആവശ്യമാണ്. അതേസമയം മറ്റൊരു യാഥാർത്ഥ്യവും നമുക്ക് മറക്കാൻ കഴിയില്ല. മെസ്സി, റൊണാൾഡോ, എംബാപ്പെ പോലുള്ള പ്രശസ്ത താരങ്ങൾ കളിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ മത്സരം കാണും. ടെലിവിഷൻ റേറ്റിംഗും സ്പോൺസർഷിപ്പും ആരാധകരുടെ ശ്രദ്ധയും സ്വാഭാവികമായി ഉയരാം. അതൊരു സാമ്പത്തിക യാഥാർത്ഥ്യമാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം മത്സരഫലങ്ങൾ മനഃപൂർവ്വം മാറ്റിയെന്ന നിഗമനത്തിലെത്താൻ കഴിയില്ല. ഈ 2 കാര്യങ്ങളും തമ്മിൽ കലർത്തരുത്. അവസാനമായി, ഈ ഒരു സംഭവം നമ്മെ വലിയ പാഠം പഠിപ്പിക്കുന്നു. ഫുട്ബോളിൽ വികാരങ്ങൾ എപ്പോഴും ഉണ്ടാവും. തോൽക്കുന്ന ടീമിന് അനീതി തോന്നാനും വിജയിക്കുന്ന ടീമിനെതിരെ ആരോപണങ്ങൾ ഉയരാനും സാധ്യതയുണ്ട്. പക്ഷേ ഒരു നല്ല ഫുട്ബോൾ ആരാധകൻ വികാരത്തിനൊപ്പം തെളിവുകളും പരിശോധിക്കണം. ഹസ്സാം വസ്സന്റെ വാക്കുകൾ ഇപ്പോൾ വലിയ ചർച്ചയായി കഴിഞ്ഞു. എന്നാൽ ആ ആരോപണങ്ങൾ ശരിയാണോ അല്ലയോ എന്നത് തെളിവുകളാണ് തീരുമാനിക്കുക, വികാരങ്ങളല്ല. അപ്പോൾ നിങ്ങൾ എന്താണ് കരുതുന്നത്? ഹസ്സാം വസ്സൻ പറഞ്ഞ ന്യായമായ സംശയമാണോ, അല്ലെങ്കിൽ തോൽവിയുടെ നിരാശയിൽ വന്ന പ്രതികരണമാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക.